ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത 11-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്ന ആ ഒരു സെക്ഷനാണ് ആ ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. വിശ്വരൂപം കാണിച്ചതിന് ശേഷം അർജുനൻ പറഞ്ഞു, ഈ രൂപം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല, കാണുമ്പോൾ പേടി തോന്നുന്നു. തിരിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഭഗവാൻ പറയുന്നു, അർജുനൻ പറയുന്നു, എനിക്ക് പേടി തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഈ രൂപം കണ്ടാൽ ഇനി കാണണ്ട എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതിനുശേഷം പിന്നെ അർജുനൻ പറയുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നു ഭഗവാനോട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഒരുപാട് ഫ്രീ ആയിട്ടൊക്കെ സംസാരിച്ചു. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, അങ്ങനെയൊക്കെ ഞാൻ പല രീതിയിലും ഒരു സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനാൽ എന്നോട് ക്ഷമിക്കണം, കാരണം അങ്ങ് പരമദിവ്യത്വം പുരുഷനാണ്, ഭഗവാനാണ്, അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അർജുനൻ ക്ഷമ ചോദിക്കുകയാണ് ഭഗവാനോട്. അങ്ങനെ കുറേ ശ്ലോകങ്ങൾ, 3-4 ശ്ലോകങ്ങളായിട്ട് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അർജുനൻ പറയുന്നു, എനിക്ക് ഈ വിശ്വരൂപം മാറ്റി അങ്ങയുടെ ചതുർഭുജ രൂപം കാണിച്ചു തരൂ എന്ന് പറയുവാണ്.
അങ്ങനെ ശംഖ് ചക്ര ഗദാപത്മവുമായി നിൽക്കുന്ന ഭഗവാന്റെ ആ വിഷ്ണുവിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു ഭഗവാൻ. ആ രൂപമാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പിന്നീട് തിരിച്ച് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ഓ അർജുന, നിനക്ക് മാത്രമേ ഇതിനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. നിനക്ക് കിട്ടിയതുപോലുള്ള ഒരു അവസരം വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. ഈ ഒരു വിശ്വരൂപം ഇങ്ങനെ ഈ രൂപത്തിൽ വേറെ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുവാണ്. എൻ്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് നിനക്ക് ആ ദിവ്യമായിട്ടുള്ള ചക്ഷു, ആ കണ്ണുകൾ തന്നു. ആ കണ്ണുകളാൽ നീ എൻ്റെ ഈ രൂപത്തെ നിനക്ക് കാണുവാൻ സാധിച്ചു. വേറെ ആർക്കും ഇതുപോലെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു, ഇതാണ് അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. ദുര്യോധനനും ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശ്വരൂപമല്ല. അർജുനൻ കണ്ടത് പോലെ കണ്ടിട്ടില്ല. എന്നാലും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനന് മുമ്പിലും കൃഷ്ണൻ രൂപം കാണിച്ചിരുന്നു, വിശ്വരൂപം. പക്ഷേ ദുര്യോധനൻ അത് വിശ്വസിച്ചില്ല. ദുര്യോധനൻ പറഞ്ഞു, നീ മായാജാലക്കാരനാണ്, നീ ഇതൊക്കെ കാണിക്കുന്നത് നിന്റെ ചെപ്പടി വിദ്യയാണ്, എനിക്കിതൊന്നും കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണനെ അംഗീകരിച്ചില്ല. അല്ലെങ്കിൽ ഭഗവാനാണ് എന്നുള്ളത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ആസുരിക ചിന്താഗതി ഉള്ളവരുടെ അവസ്ഥ. നല്ലതിനെ നല്ലതായിട്ട് തിരിച്ചറിയാൻ സാധിക്കില്ല, ഭഗവാനെ ഭഗവാനായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്തിന് നല്ലത് അല്ലേ? ആസുരിക ചിന്താഗതി ഉള്ളവർക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നല്ലത് ഉപദേശിച്ചാലും ആ നല്ല ഉപദേശത്തെ പോലും തെറ്റായി ധരിക്കുന്നു. എല്ലാത്തിൻ്റെ ഉള്ളിലും ഒരു നെഗറ്റിവിറ്റി കാണുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും പ്രഭാവം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സത്വഗുണത്തിലുള്ളവർ അങ്ങനെയല്ല. സത്വഗുണത്തിലുള്ളവർ നല്ലത് കേൾക്കുമ്പോൾ അത് നല്ലതായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഇടയിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി കാണില്ല. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്നത്, നല്ലത് ആരെങ്കിലും ചെയ്താലും അതിലും എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാവുന്ന അങ്ങനെയുള്ളൊരു കണ്ണ് നമുക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ അനർത്ഥങ്ങളുള്ളത് കൊണ്ടാണ്. നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങളുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരിൽ ദോഷം കാണുന്നത്. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷമാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പലപ്പോഴും നമുക്ക് തോന്നും, അവരങ്ങനെയാണ്, ഇവരങ്ങനെയാണ്. അതിൽ എല്ലാം ഒട്ടുമിക്കവാറും എല്ലാം എന്ന് 100% പറയുന്നില്ല. പക്ഷേ എന്നാലും കൂടുതലും നമ്മളങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ദോഷങ്ങളൊക്കെ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. എന്നാൽ 100% അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. അതും ഉണ്ട്. കാര്യം ഒരുപക്ഷെ നമ്മൾ ശരിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ദോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും നമ്മൾ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ, കോമൺ ആയിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ, നമ്മൾ അതായത് ചില ശുദ്ധ ഭക്തരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർ, അവർ മറ്റുള്ളവരിൽ കുറ്റം കാണുമല്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ട് അവർക്കത് സജഷൻ കൊടുക്കാനും അഡ്വൈസ് കൊടുക്കുന്നതും, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ആ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഭക്തർക്ക് അങ്ങനെ തോന്നുന്നതും അങ്ങനെ ചെയ്യുന്നതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് നമുക്ക് കാണുന്നത് പലപ്പോഴും ഉള്ളിലുണ്ടാവുമ്പോഴാണ്. കാര്യം നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് അസൂയുണ്ടെങ്കിൽ നമുക്ക് തോന്നും അവർക്ക് നമ്മളോട് അസൂയുണ്ട് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞതാണ്. മറ്റുള്ളവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്തി സേവനങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രോഗ്രസ്സോടുകൂടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്കത് സഹിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും അവരിൽ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് അവിടേക്ക് പോകുന്നു.
ഇതൊക്കെ ചെയ്താലും അവർ ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എന്നൊരു രീതിയിൽ പറയുന്ന കാര്യം ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എവിടേക്കാണ് വരുത്തേണ്ടത്, നമ്മുടെ വീക്ക്നെസ്സസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആദ്യം നമ്മൾ മരുന്ന് കൊടുക്കണം. അതിനുള്ള മരുന്നാണ് ആദ്യം നമ്മൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. ദുര്യോധനൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ലത് കാണിച്ചു കൊടുത്തു, നല്ല ഉപദേശം കൃഷ്ണൻ കൊടുത്തു, വിശ്വരൂപം കാണിച്ചു കൊടുത്തു, മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്തത്. എന്നിട്ടും മനസ്സിലായില്ല. അതാണ് അവസ്ഥ. 48-ാമത്തെ ശ്ലോകം നോക്കാം. ന വേദയജ്ഞാധ്യനേർന ധാനേർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നവേദ്യയജ്ഞാധ്യയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യാഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന വേദയജ്ഞാധ്യയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യാഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവായ വേദയജ്ഞേ ധനൈർന ധാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും തദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. േനൈർന ചക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ന വേദയജ്ഞാധ്യയനൈർന ധാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന വേദയജ്ഞാധ്യയനൈർന ദാനൈർന ച ക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം വായിച്ചോട്ടെ ബാപ്പു? വായിക്കൂ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീലാ പ്രഭുപാദ് കി ജയ്. ഹേ കുരുശ്രേഷ്ഠ, എന്റെ ഈ വിശ്വരൂപം നീ അല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദാധ്യയനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം ദൃശ്യമാവില്ല. ഭാവാർത്ഥം. ഈ അവസരത്തിൽ ദിവ്യദർശനം എന്നാൽ എന്തെന്ന് സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടതാണ്. ആർക്കാണ് ദിവ്യദർശനം സാധ്യമാവുക? ദിവ്യം എന്നാൽ ഐശ്വര്യം. ഒരു ദേവന്റെ നിലയിലെത്തിയവർക്കേ ദിവ്യദൃഷ്ടി കൈവരൂ. ആരാണ് ദേവൻ? വിഷ്ണു ഭക്തന്മാരാണ് ദേവന്മാർ എന്ന് വേദസിദ്ധാന്തമുണ്ട്. വിഷ്ണു ഭക്താഹ സ്മൃത ദേവ നാസ്തികർ. നാസ്തികർക്ക് അഥവാ വിഷ്ണുവിൽ വിശ്വാസമില്ലാത്തവർക്കും കൃഷ്ണന്റെ വ്യക്തിശൂന്യ ഭാവത്തിൽ മാത്രം മഹത്വം ദർശിക്കുന്നവർക്കും ദിവ്യദർശനം സാധ്യമല്ല. കൃഷ്ണനെ അവഗണിക്കുകയും അതേസമയം ദിവ്യദർശനം ലഭിക്കുകയും ചെയ്യുക അസാധ്യം തന്നെ. ദൈവികത കൈവരിക്കാതെ ദിവ്യദർശനം സാധ്യമല്ല. നേരെ മറിച്ച് ദിവ്യദർശനമുള്ളവർക്ക് അർജുനൻ കണ്ടതുപോലെ വിശ്വരൂപം കാണാൻ കഴിയും. ഭഗവത്ഗീതയിൽ വിശ്വരൂപ വർണ്ണനയുണ്ട്. അർജുനന് മുമ്പ് ആർക്കും ഈ രൂപത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെങ്കിലും ഈ സംഭവത്തിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു ഏകദേശ ജ്ഞാനം ലഭ്യമായി. ശരിക്കും ദിവ്യതയുള്ളവർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണുക തന്നെ ചെയ്യാം.
തികച്ചും കൃഷ്ണന്റെ ഉത്തമ ഭക്തനാകാത്തിടത്തോളം കാലം ഒരാൾക്ക് ദിവ്യനാകാൻ സാധിക്കുകയില്ല. വാസ്തവത്തിൽ ദിവ്യ സ്വഭാവികളും ദിവ്യദൃഷ്ടിയുള്ളവരും ആയ ഭക്തന്മാർ വിശ്വരൂപ ദർശനത്തിൽ ഏറെ താല്പര്യമുള്ളവരല്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ കൃഷ്ണന്റെ ചതുർഭുജ വിശ്വരൂപം കാണുവാൻ അർജുനൻ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ അർജുനന് വിശ്വരൂപത്തെ ഭയമായിരുന്നു. ഈ ശ്ലോകത്തിൽ പ്രമുഖങ്ങളായ പല പദങ്ങളുമുണ്ട്. വേദജ്ഞാധ്യയന വൈദിക ശാസ്ത്രത്തെയും യജ്ഞവിധാന പഠനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. വേദം എന്ന പദം ഋക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രം എന്നിവയെ കുറിക്കുന്നു. ഇവ കുടുംബത്തിലിരുന്നോ വേറൊരിടത്ത് വെച്ചോ പഠിക്കാവുന്നതാണ്. കൽപ്പസൂത്രങ്ങളും മീമാംസ സൂത്രങ്ങളും യജ്ഞാനുഷ്ഠാന വിധികൾ വിവരിക്കുന്നവയാണ്. ബ്രാഹ്മണരെയും വിഷ്ണു ഭക്തന്മാരെയും പോലെ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഉള്ളഴിഞ്ഞ ദ്രവ്യം നൽകുന്നതത്രേ ദാനം. അഗ്നിഹോത്രാദികളും മറ്റു കുലാചാരവിഹിതങ്ങളായ പ്രവൃത്തികളുമാണ് പുണ്യക്രിയകൾ. സ്വേച്ഛപ്രകാരം ശരീരപീഡകൾ അനുഭവിക്കുന്നതാണ് തപസ്യ. ഇങ്ങനെ ദാനം, തപസ്, വേദപഠനം ഇവയെല്ലാം അനുഷ്ഠിച്ചാലും അർജുനനെ പോലെ കൃഷ്ണഭക്തനല്ലാത്ത പക്ഷം ഒരാൾക്ക് വിശ്വരൂപ ദർശനം ലഭ്യമല്ല. വിശ്വാത്മകമായ ഭഗവത് രൂപ ദർശനം സിദ്ധിച്ചതായി നിർഗുണോപാസകരും സങ്കല്പിക്കാറുണ്ട്. പക്ഷെ അവർ ഭക്തന്മാരല്ലെന്ന് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കൃഷ്ണന്റെ വിശ്വരൂപം അവർക്ക് ദൃശ്യമല്ലതാനും. അവതാരങ്ങളെ സൃഷ്ടിക്കുന്നവരായി പലരുമുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ അവർ അവതാര പുരുഷൻ എന്ന് പറഞ്ഞ് മിഥ്യാവകാശം ഉയർത്തുന്നു. വിഡ്ഢിത്തരമാണിത്. നമുക്ക് ഭഗവത്ഗീത സിദ്ധാന്തങ്ങളെ പിന്തുടരാം. മറ്റു വിധത്തിൽ ആത്മജ്ഞാനം നേടാനാവില്ല. ഭഗവത്ഗീത ഈശ്വര വിജ്ഞാനത്തിന്റെ പ്രാരംഭ പാഠമായി കരുതപ്പെടുന്നു. എങ്കിലും ആർക്കും സത്യാസത്യജ്ഞാനത്തിനു വേണ്ടുന്ന കഴിവുകൾ ഉണ്ടാക്കത്തക്ക പരിപൂർണതയാണ് അതിനുള്ളത്. ഒരു മിഥ്യാവതാരത്തെ പിന്തുടരുന്നവരും തങ്ങൾ അതീന്ദ്രിയമായ ഒരു ഭഗവത് അവതാരത്തെ, വിശ്വരൂപത്തെ കണ്ടുവെന്ന് പറഞ്ഞേക്കാം. എന്നാൽ അത് സ്വീകാര്യമല്ല. കൃഷ്ണഭക്തനൊഴികെ ആർക്കും വിശ്വരൂപ ദർശനം സാധ്യമല്ലെന്ന് ഇവിടെ സ്പഷ്ടമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് കൃഷ്ണഭക്തനാവുകയാണ്. ഭക്തനു മാത്രമേ താൻ കണ്ട വിശ്വരൂപം മറ്റൊരാൾക്ക് കാണിച്ചു തരാമെന്ന് അവകാശപ്പെടാൻ കഴിയൂ. വിദ്യാവതാരങ്ങളെയോ അവയുടെ അനുയായികളെയോ ഒരു കൃഷ്ണഭക്തൻ അംഗീകരിക്കുകയില്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു, ഇതേപോലെ ഈ എൻ്റെ വിശ്വരൂപം, കൃഷ്ണൻ പറയുവാണ് അർജുനനോട്, ഈ വിശ്വരൂപം വേറെ ആരും കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് വേറെ ആരും കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ വിശ്വരൂപം കാണുവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നത്, വേദപഠനങ്ങൾ നടത്തിയോണ്ട് കാര്യമില്ല, 4 വേദങ്ങളും അറിയാം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അതോ ഇനി യജ്ഞാനുഷ്ഠാനങ്ങൾ നടത്തി, ഒരുപാട് യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഈ വിശ്വരൂപത്തെ കാണാം, ഭഗവാനെ കാണാം എന്ന് വിചാരിക്കുന്നതും നടക്കില്ല. അതേപോലെ ദാനം, ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്, അതാണോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്? അല്ല. പിന്നെ ഒരുപാട് ക്രിയാഭിഹി, ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടും ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്നില്ല. ഇനി ഒരുപാട് തപസ്യകൾ ചെയ്യുന്നു, തപസ്യകൾ ചെയ്തിട്ടും കാര്യമില്ല. ഇതൊന്നും കൊണ്ടും പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭക്തി ഇല്ലെങ്കിൽ മറ്റുള്ള വേദപഠനമാവട്ടെ, യജ്ഞമാവട്ടെ, ദാനമാവട്ടെ, പുണ്യമാവട്ടെ, അല്ലെങ്കിൽ തപസ്യാവട്ടെ, അതിനൊന്നും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഭക്തിയ തുഷ്യതി കേവലം നചഗുണേർ ഭക്തി പ്രിയോ മാധവ. ഭക്തി ഇല്ലെങ്കിൽ ഒന്നും കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വിശ്വരൂപം മാത്രമല്ല, ഒരു രൂപവും കാണാൻ സാധിക്കില്ല. ഭഗവാന്റെ വിശ്വരൂപം ആവട്ടെ, ചതുർഭുജ രൂപമാവട്ടെ, ശ്യാമസുന്ദര ത്രിഭംഗ ലളിത ശ്യാമസുന്ദരൻ്റെ രൂപമാവട്ടെ, ഇതെല്ലാം കാണണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഒരുപാട് ഈവൻ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നു. 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ് മഹാരാജൻ്റെ ചരിത്രത്തിലും അവിടെയും ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്,
ഭക്തി ഭക്തിയ തുട്ടോഷി ഓക്കെ, ഭക്തിയോടുകൂടി മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ വലിയ വലിയ യജ്ഞങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ അതിനെ വിശദീകരിച്ച് പറയുന്നു, ആ ദിവ്യചക്ഷു ഉള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ദിവ്യചക്ഷു എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ ഭഗവാൻ കൊടുക്കുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ആ ദിവ്യചക്ഷു കൊടുക്കില്ല. ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ അതിനുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ദിവ്യചക്ഷുവിലൂടെ നമുക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കുന്നു. അർജുനന് സാധിച്ചു. അർജുനൻ ഭക്തനായിരുന്നു, അതുകൊണ്ട് അർജുനന് ആ ഒരു വിഷൻ കൊടുത്തു. അങ്ങനെ അർജുനന് കാണാൻ സാധിച്ചു. അപ്പോൾ അത് എടുത്തു പറയുവാണ്, ഈ ശുദ്ധ ഭക്തർക്ക് മാത്രമേ ആ ഒരു ദൃഷ്ടി ഭഗവാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്കും കാണാൻ സാധിക്കുന്നത്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, വിശ്വരൂപം കാണാൻ ശുദ്ധഭക്തർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാര്യം എന്താണ്? വിശ്വരൂപം എന്ന് പറയുന്ന രൂപം ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോസ്മിക് മാനിഫെസ്റ്റേഷൻ, ഈ സൃഷ്ടി ചെയ്യുന്നു, സംഹാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ എല്ലായിടത്തും ഭഗവാൻ പടർന്ന് ഇരിക്കുന്നു, ഓരോ ചരാചരങ്ങളിലും ഉണ്ട്. അപ്പോൾ ആ ഒരു രൂപം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആദാൻ പ്രദാൻ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമല്ല. എന്താണ് ആദാൻ പ്രദാൻ? അതായത് നമുക്ക് അങ്ങോട്ട് സേവനം ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു റെസിപ്രൊക്കേഷന് പറ്റുന്നൊരു രൂപമല്ല അത് വിശ്വരൂപം എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള രൂപങ്ങൾ, ചതുർഭുജ മൂർത്തിയാവട്ടെ, ശ്യാമസുന്ദര ത്രിഭംഗ രൂപമാവട്ടെ, അതെല്ലാം നമുക്ക് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഭഗവാനെ സെർവ് ചെയ്യാനും ആ സർവീസ് പ്രോപ്പർലി ചെയ്യുവാനുമുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സാധിക്കുന്ന രൂപങ്ങളാണ്. വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റും മുഴുവനും. കുറേ കാലുകൾ, കുറേ കൈകൾ, കുറേ തലകൾ. എങ്ങനെയാണ് നമുക്ക് ആ ഒരു സർവീസ് ചെയ്യാനുള്ളൊരു മനോഭാവം വരുന്നത്? കാര്യം ആ ഒരു രൂപം തന്നെ ഒരു ഭയാനകമായിട്ടുള്ളൊരു രൂപമാണ്. അത് നമുക്ക് കണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ ഒരു കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ശുദ്ധഭക്തർ ആ രൂപം കാണാൻ, വിശ്വരൂപം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അർജുനൻ ആദ്യം വിശ്വരൂപം കണ്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ രൂപം ഇനി കാണണ്ട, അങ്ങയുടെ ആ വിഷ്ണു രൂപം കാണിച്ചു തരൂ, ചതുർഭുജ രൂപം കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഇതാണ്. അതായത് തപസ്യ കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ വേദപഠനങ്ങൾ കൊണ്ടോ ദാനധർമ്മം ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഭക്തിയില്ലെങ്കിൽ നമുക്ക് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ ദർശനം കിട്ടാൻ പോകുന്നില്ല, ഭഗവാന്റെ സർവീസ് കിട്ടാൻ പോകുന്നില്ല. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഭാഗവതത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ശാസ്ത്രങ്ങളിലാണെങ്കിലും പറയുന്നുണ്ട്, ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതായത് ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ ഒരു റെഫറൻസ് ആണ്. ഇവിടെ വിശ്വരൂപം കാണുന്ന കാര്യം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് ആധ്യാത്മിക ലോകത്തിൽ സ്പിരിച്വൽ വേൾഡിൽ ഭഗവാന് അങ്ങനെ ഒരു രൂപമില്ല. വിശ്വരൂപം ഇവിടത്തെയാണ്. കാര്യം ഈ ഭൗതിക ലോകത്തിൻ്റെ ആ ഒരു ക്രിയേഷനും സംബന്ധിച്ചിട്ടുള്ള രൂപമാണത്. അത് ഇവിടെയാണുള്ളത്. ആ ലോകത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വിശ്വരൂപത്തെ കാണാൻ സാധിക്കില്ല. കാര്യം ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു രൂപം ഭഗവാൻ എടുക്കുന്നതാണ്. ഈ ഒരു കോസ്മിക് അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രൂപമാണത് ആക്ച്വലി. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. 14 ലോകങ്ങൾ കാണുന്നു, ഒരുപാട് ദേവീദേവന്മാരെ കാണുന്നു, അല്ലേ? ഇതെല്ലാം ഈ രൂപത്തിൽ വരുവാണ് ചെയ്യുന്നത്. അതൊക്കെ വരുന്നത് ഈ ഒരു ഭൗതിക ലോകത്തിൻ്റെ റെൽമിൽ വരുന്ന കാര്യങ്ങളുടെ ആ ഒരു രൂപത്തെ അദ്ദേഹം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ രൂപത്തിലൂടെ മനസ്സിലാക്കി തരുവാണ് ചെയ്യുന്നത്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ ആ രൂപം
ഇല്ല. അതുകൊണ്ട് ശുദ്ധ ഭക്തർ അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഇവിടെയുള്ള വിശ്വരൂപം കാണാൻ തന്നെ ക്വാളിഫിക്കേഷൻ വേണം. ഭക്തർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്യാമസുന്ദര രൂപമാണ് ആവട്ടെ, ചതുർഭുജ രൂപമാവട്ടെ, അത് കാണാനുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? തീർച്ചയായിട്ടും എത്രയോ ഇതിനപ്പുറത്താണ് അല്ലേ അതെല്ലാം. ഇവിടെ ദേവന്മാർ അർജുനന് കിട്ടിയ ആ ഒരു അർജുനൻ്റെ ക്വാളിഫിക്കേഷൻ കാരണം ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, കുറേ ദേവന്മാർക്കൊക്കെ കാണാൻ സാധിച്ചു. ഉപരിലോകങ്ങളിൽ നിന്ന് അവർ കാണുവാണ് ഇത്. അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നത് അവർ കണ്ടു. അങ്ങനെ അവർക്ക് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ക്വാളിഫൈഡ് ആയിട്ടുള്ള ദേവീദേവന്മാർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു അവസരം അവർക്ക് കിട്ടി അർജുനൻ്റെ ക്വാളിറ്റീസ് കാരണം. അർജുനൻ അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അർജുനൻ്റെ യോഗ്യത കാരണം മറ്റുള്ളവർക്ക് അവസരം കിട്ടി. എന്നാൽ ഭഗവാന്റെ ശരിയായിട്ടുള്ള ആ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ആ ആധ്യാത്മിക ലോകത്തിലുള്ള രൂപം ഭഗവാൻ അവതാരം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ദേവന്മാർക്ക് കാണാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടാവും. എന്നാൽ അവിടെ ആ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദേവന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഭഗവാന്റെ അവതാരം, ഇനി അടുത്ത അവതാരം എപ്പോൾ വരും, അടുത്ത അവതാരം എപ്പോൾ വരും എന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുകയാണ്. കാര്യം അവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ എൻട്രി ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ ഇവിടെ അവതാരം എടുത്ത് വരുമ്പോഴാണ് അവർ കാണുന്നത്. അതാണ് അത്രയും റെയറാണ് ആക്ച്വലി, വെരി വെരി റെയർ. പിന്നീട് അപ്പോൾ ഭഗവാൻ അവതാരം എടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലീലകളിൽ ഇനി പങ്കെടുക്കണമെങ്കിലോ അതും വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഭഗവാൻ അതിനൊരു അവസരം കൊടുക്കുവാണെങ്കിൽ അവർക്കും ലീലയിൽ പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ അത് ഭഗവാൻ ക്വാളിഫിക്കേഷൻ അവരെ ക്വാളിഫൈഡ് ആക്കണം, അല്ലെങ്കിൽ ഭഗവാൻ അതിന് അവസരം കൊടുത്താൽ മാത്രം, ഇല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും അവർ ആഗ്രഹിക്കാറുണ്ട്, ഒരുപാട് ഭക്തർ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുന്നു. അതായത് ഭൗതിക ലോകത്തിലെ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ആയതിനു ശേഷം അവർ ഭഗവാന്റെ ലീലകളിലേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്ത് ദേവന്മാർ പോലും ആഗ്രഹിക്കുകയാണ്, നോക്കൂ അവർ ഇപ്പോൾ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നു, നമുക്കതിനുള്ള ചാൻസ് കിട്ടുന്നില്ലല്ലോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അവരുടേതായിട്ടുള്ള ജോലി നല്ല രീതിയിൽ ചെയ്യുന്നു. കാര്യം ഭഗവാൻ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഈ പ്രപഞ്ചം മാനേജ് ചെയ്യാനുള്ള പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഭഗവാന്റെ സർവീസ് തന്നെയാണ്. അങ്ങനെ പിന്നീട് അവർ ക്വാളിഫൈഡ് ആവുമ്പോൾ അവർക്കും കാര്യം നമുക്കറിയാം, ഇതെല്ലാം പോസ്റ്റുകളാണെന്നുള്ളത്. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോസ്റ്റുകളാണ്. അത് ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ കമ്പനിയിൽ ഒരു മാനേജറിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ആൾക്ക് അതിലേക്ക് അപേക്ഷ കൊടുത്ത് അതിന് ക്വാളിഫിക്കേഷൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ആ ജോലി കിട്ടും അല്ലേ, ആ പോസ്റ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അവർ കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ നിന്ന് റിട്ടയർ ആയി പോകുന്നു, അല്ലെങ്കിൽ അവർ ആ ജോലി ഉപേക്ഷിച്ച് വേറെ ജോലിക്ക് പോകുന്നു. അപ്പോൾ അവിടെ വീണ്ടും വേക്കൻസി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആൾ വന്ന് ജോയിൻ ചെയ്യുന്നു അവിടെ അല്ലേ, വേറെ ക്വാളിഫൈഡ് ആയിട്ട് ആൾ വരുന്നു. അതേപോലെയാണ് ദേവന്മാരുടെ കാര്യവും. അവരുടെ പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോരുത്തർ കയറുന്നു. അപ്പോൾ അതിൽ ചിലവർ ആ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടാവും, അതിനുശേഷം പിന്നെ മനുഷ്യരായിട്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വരുന്നുണ്ടാവും. പിന്നെ അവർ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് അവരും ഭഗവാന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ഇന്ദ്രനും ചന്ദ്രനും അവരൊക്കെ പെർമനൻ്റ്ലി ഇവിടെ ഇരിക്കുന്നതാണ്. ആ പോസ്റ്റ് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഈ ഭൗതിക ലോകം ഉള്ളിടത്തോളം കാലം ആ പോസ്റ്റുകളുണ്ട്. എന്നാൽ ആ പോസ്റ്റ് വഹിക്കുന്ന വ്യക്തികൾ അതിൽ പലവരും അവരുടെ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. നമ്മളിൽ പലവരും ഇന്ദ്രനും ചന്ദ്രനും ആയിട്ടുണ്ടാവും ഇതിനു മുമ്പും, പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി ആവാം. പക്ഷേ ഇതൊക്കെ ഇവിടെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ കറങ്ങിത്തിരിഞ്ഞാൽ പോരാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് സാധിക്കുന്നത് ഇവിടെ പറയുന്നു ശീല പ്രഭുജി അവസാനം,
ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ദർശനം പോട്ടെ, ആ ഒരു പാതയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിത്തുടങ്ങുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ വെറുതെ ചലഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് കാണണം, കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കൃഷ്ണാവബോധത്തിലേക്ക്, കൃഷ്ണാവബോധം ജീവിതത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, നാമജപത്തിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ഭഗവത് സേവനങ്ങളിലൂടെയും ഭഗവത്ഗീത ഭാഗവത പഠനത്തിലൂടെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ അതിനുള്ള മരുന്ന് നമ്മൾ സ്വീകരിച്ച് പതുക്കെ പതുക്കെ അതിന് ക്വാളിഫിക്കേഷൻ ആയതിനു ശേഷം നമുക്ക് ഇതെല്ലാം സാധിക്കുന്നു. അതാണ് അതിനുള്ള അവിടേക്ക് എത്താനുള്ള മാർഗം അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം 49. മതേ വ്യതാമാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമിദൃന്മമേദം വ്യാപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതേ വ്യഥാമാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതേ വ്യഥാ മാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപം ഇദം പ്രപശ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതേ വ്യഥാമാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമിദൃങ്മമേദം വ്യപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതേ വൃഥാ മാ മൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമിദൃങ്മമേദം വ്യപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവ്യധാമാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃക്മമേദം വ്യാപേതഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. കൃഷ്ണ പ്രഭുജി. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതേ വ്യഥാമാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യാപദഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വിവർത്തനം വായിച്ചോട്ടെ. വായിച്ചോളൂ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. എന്റെ ഈ ഭീമത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ പ്രഥമാധ്യായത്തിൽ തന്റെ ആരാധ്യരായ മുത്തച്ഛരെയും ഗുരുവിനെയും ഭീഷ്മരും ദ്രോണരും കൊല്ലേണ്ടി വരുമെന്നതിനെ പറ്റിയായിരുന്നു അർജുനന് ഖേദം. പിതാമഹനെ ഹിംസിക്കുന്ന കാര്യത്തിൽ ഭയക്കേണ്ടതില്ലെന്നും ദുര്യോധനാദികൾ കുരു സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഭീഷ്മരും ദ്രോണരും നിശബ്ദരായിരുന്നത് കൊണ്ട് തന്നെ സ്വകർത്തവ്യം നിറവേറ്റാതിരുന്ന ആ ഗുരുജനങ്ങൾ വധ്യരാണെന്നും കൃഷ്ണൻ പറഞ്ഞു. നീതിക്ക് നിരക്കാത്ത കർമ്മം ചെയ്തതിനാൽ അവരെല്ലാം മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ തന്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തതും. ഭക്തന്മാർ എപ്പോഴും സമാധാനപ്രിയരായിരിക്കും. അവർക്ക് ഭീകരകർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വിശ്വരൂപം കാണിച്ചത്. ആ ഉദ്ദേശവും വെളിവാക്കി കഴിഞ്ഞു. അർജുനൻ പിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട ചതുർഭുജ രൂപവും കൃഷ്ണൻ കൈക്കൊള്ളുന്നു. ഒരു ഭക്തന് വിശ്വരൂപ ദർശനത്തിൽ താല്പര്യമില്ല. അത് ഒരാളിൽ പ്രേമഭാവനകൾ കൈമാറുവാൻ സഹായകമല്ല. ഭക്തന് വേണ്ടത് തന്റെ ആരാധനാഭരിതങ്ങളായ വികാരങ്ങളെ ഭഗവാന് നിവേദിക്കലോ
പ്രേമപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തക്കവണ്ണം ദ്വിഭുജമായ ശ്രീകൃഷ്ണ രൂപം ദർശിക്കലോ ആണ്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഭഗവാൻ പറയുന്നു, കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ രൂപം കാണുവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഭക്തർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിനുശേഷം ഇവിടെ 49ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ശരി, നിനക്ക് ഈ രൂപം കണ്ട് ഭയം വരുന്നുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഘോരമായിട്ടുള്ള രൂപം മാറ്റുവാൻ പോകുന്നു. ഇനി നീ ആഗ്രഹിക്കുന്ന രൂപം എന്താണോ ആ രൂപം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നു ഭഗവാൻ. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, നമുക്കറിയാം ഭഗവത്ഗീത അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരും പാണ്ഡവരോട് ചെയ്തിട്ടുള്ള ഒരുപാട് ഹീനമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ശാന്തിദൂതനായിട്ട് ഭഗവാൻ പോകുന്നു. പല രീതിയിലും യുദ്ധം നടക്കാതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. പിന്നെ യുദ്ധം അനിവാര്യമാണെന്ന് മനസ്സിലായി, ഭഗവാൻ മനസ്സിലായി ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ അധർമ്മികളെ അവസാനിപ്പിച്ചേ മതിയാവൂ, അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് പിന്നീട് യുദ്ധം അനിവാര്യമായി മാറുന്നു, യുദ്ധം നടക്കുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ഭഗവത്ഗീത ചർച്ച നടക്കുന്നത് യുദ്ധത്തിന് തൊട്ട് മുമ്പാണെന്ന് നമുക്കറിയാം. എന്നാൽ എന്താണ് യുദ്ധത്തിൽ വരാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളത് ഭഗവാൻ ഓൾറെഡി വിശ്വരൂപത്തിലൂടെ അർജുനന് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അർജുനൻ കാണുന്നുണ്ട്, നമ്മളിതിനു മുമ്പും കണ്ടു, ഈ പറയുന്ന മറ്റുള്ള ധൃതരാഷ്ട്ര പുത്രന്മാരാവട്ടെ അവരെല്ലാവരും ഭഗവാന്റെ വായിലേക്ക് പ്രവേശിക്കുന്നത് പോലെയായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് അർജുനൻ കാണുന്നത്. അതായത് അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവരെല്ലാവരും മരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി യുദ്ധത്തിൽ വരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് വിശ്വരൂപത്തിലൂടെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുനനെ പോലുള്ള ഒരു ശുദ്ധ ഭക്തന് ഈ ഭയാനകമായിട്ടുള്ള ഘോരമായിട്ടുള്ള വിശ്വരൂപം കണ്ടിരിക്കാനുള്ള ആ ഒരു സമാധാനപരമായിട്ടുള്ളൊരു രൂപമല്ല. അതുകൊണ്ട് അത് കാണാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അർജുനൻ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും ഭഗവാനോട്, എനിക്ക് അങ്ങയുടെ ചതുർഭുജ രൂപം അല്ലെങ്കിൽ അങ്ങയുടെ ഒറിജിനൽ രൂപം കാണിച്ചു തരൂ എന്ന് പറയുന്നു. ചതുർഭുജ രൂപം എന്തുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ ഈ ഭൗതിക ലോകത്തെ മാനേജ് ചെയ്യുന്നത് വിഷ്ണുമൂർത്തികളാണ്, അല്ലേ? നമ്മുടെ അവതാരങ്ങളാണ്. 3 വിഷ്ണു രൂപങ്ങളാണ് ഈ ഭൗതിക ലോകം മുഴുവനും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷ്ണു മൂർത്തികളുടെ രൂപം എങ്ങനെയാണ്? ചതുർഭുജമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ചതുർഭുജ രൂപത്തെ കാണണമെന്നുള്ള ആഗ്രഹമാണ് അർജുനൻ ആദ്യം പ്രകടിപ്പിക്കുന്നത്. ഇതിനുശേഷം പിന്നീട് ആക്ച്വൽ ഭഗവാന്റെ 2 കൈകളുള്ള ആ ശ്യാമവർണ്ണത്തിലുള്ള രൂപം കാണാൻ പിന്നീട് അർജുനൻ പറയുന്നുണ്ട് ഇതിനുശേഷം. ഇപ്പോൾ ശ്രീല പ്രഭുപാദി ഒന്നും കൂടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഇതാണ്: ഒരു ഭക്തനെ സംബന്ധിച്ച് വിശ്വരൂപത്തിൽ താല്പര്യം ഉണ്ടാവില്ല. കാര്യം ഭഗവാന് സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു രൂപമല്ല. അതുകൊണ്ട് എപ്പോഴും ഭക്തർ ആഗ്രഹിക്കുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ഭക്തനെ സംബന്ധിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹം. വേറൊന്നും അവരാഗ്രഹിക്കുന്നില്ല. വേറൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആഗ്രഹം, വേണ്ട ആഗ്രഹം അതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. രൂപം ഈവൻ ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ദർശനം കിട്ടിയത് കൊണ്ട് മുഴുവനാവുന്നില്ല. ദർശനം ഒരുപക്ഷെ കിട്ടുമായിരിക്കും, പക്ഷേ നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതെന്ന് പറയുന്നത് അതിനേക്കാൾ മുകളിലാണ്. അപ്പോൾ ദർശനം കിട്ടുന്നത് ആദ്യത്തെ സ്റ്റേജാണ്. ദർശനം കിട്ടിയതുകൊണ്ട് മാത്രം ആവുന്നില്ല. ഈവൻ ഈ പരമാത്മാവാദികൾ അവര് ധ്യാനിച്ച് അവരുടെ ഹൃദയത്തിൽ അവര് പരമാത്മാവിനെ കാണുന്നു. ചതുർഭുജ മൂർത്തി ആയിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം അവർ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ
രൂപം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സേവനം ചെയ്യാനുള്ള ഒരു മനോഭാവം അവർക്ക് വന്നിട്ടില്ല അപ്പോഴും. എന്നാൽ ആ രൂപം കാണുമ്പോൾ അവർക്ക് ഒരുപാട് പരമാനന്ദം, ഒരുപാട് ആനന്ദം കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിലാണ് നേരിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ ഭഗവാനെ കണ്ട് ഭഗവാന്റെ കൂടെ നിന്ന് ഭഗവാനെ സേവനം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരമാത്മാവാദികളേക്കാൾ മുകളിലാണ് ആ പ്രോപ്പറായിട്ടുള്ള ആ ഒരു തിരിച്ചറിവുള്ളവർ, റിയലൈസേഷൻ ഉള്ളവർ. ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ലോകവും ഭഗവാന്റെ ലോകത്ത് ഭഗവാനും ഭഗവാന്റെ ഭക്തരും കൂടെയുണ്ട്. അതേപോലെ നമ്മളും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കും ഭഗവാന്റെ ആ ഭക്തരുടെ കൂട്ടത്തിൽ നമുക്കും ചേരാൻ സാധിക്കും. എന്നിട്ട് ഭഗവാനെ നേരിട്ട് സേവനം ചെയ്യുവാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ ഭഗവാനെ നേരിട്ട് സേവിക്കാൻ, അതും അനുഗത്യയിൽ. നമ്മൾ നേരിട്ട് സേവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മൾ നേരിട്ട് സേവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മൾ മാത്രം അവിടെ പോയി എല്ലാം ചെയ്യുന്നു. നമ്മളും അനുഗത്യയിലാണ്. അവിടെ നമ്മളെക്കാൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഗത്യയിൽ എങ്ങനെയാണോ നമ്മൾ ഗുരു പരമ്പര ഫോളോ ചെയ്യുന്നത്, ആ ഒരു പരമ്പര സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമുക്ക് ക്വാളിഫൈ അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള, നമുക്ക് ചെയ്യാനുള്ള യോഗ്യത നേടിയിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ച് നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നു. എന്നാൽ അനുഗത്യയിൽ നമ്മൾ ചെയ്യുമ്പോൾ നേരിട്ട് ഭഗവാനെ സേവനം ചെയ്യുന്നത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ, അതായത് ഭഗവാൻ നമ്മളോട് സംസാരിക്കാം, നമ്മളോട് നമ്മുടെ കൂടെ വരാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വിചാരിക്കരുത് നമ്മൾ മാത്രം അവിടെ പോയിട്ട് ചെയ്യുന്നു, മറ്റുള്ളവരാരുമില്ല എന്ന്. അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനുള്ളൊരു പ്രാക്ടീസാണ് നമ്മൾ ആ ഗുരു പരമ്പര സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ പരിശീലിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അനുഗത്യയിലായിരിക്കണം. അനുഗത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അനുഗമിക്കുക, ആരെങ്കിലും ഫോളോ ചെയ്യുക, അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ സേവനം ചെയ്യുക എന്നുള്ളത്. ഈവൻ തുളസി ആരതിയിലും നമ്മൾ പാടുന്നത് അങ്ങനെയാണ് അല്ലേ? നിവേദനദാരോ സഖിര അനുഗത കറോ. സഖിമാരുടെ അനുഗത്യ അല്ലെങ്കിൽ സഖിമാരെ ഫോളോ ചെയ്യാനുള്ള ആ ഒരു അധികാരം തരൂ, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം തരൂ എന്നാണ് തുളസി ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് അതിൻ്റേതായിട്ടുള്ള ആക്ച്വലായിട്ടുള്ള വഴി. യെസ്, ഓക്കെ. അടുത്ത ശ്ലോകം 49 കഴിഞ്ഞു. 50. സഞ്ജയോ വാച ഇതി അർജുനം ഇത്യർജുനം വാസുദേവസ്തദോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാം ആസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഓം ഉവാച ഇത്യർജുനം വാസുദേവസ്തദോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തദോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തദോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച
इत्यर्जुनं वासुदेवस्तथोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च पीतमीनं भूत्वा पुनः सौम्य वपुर्महात्मा। कृष्ण प्रभु। हरे कृष्ण प्रभु। संजय उवाच इत्यर्जुनं वासुदेवस्तदोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च विदमेनं भूत्वा पुनः सौम्य वपुर्महात्मा। हरे कृष्ण प्रभु जी। ഓക്കെ, വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കൂ. വിവർത്തന ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത് കി ജയ്. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, ഇങ്ങനെ അർജുനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടും കൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഭാവാർത്ഥം: കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ആദ്യം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചതുർഭുജനായ നാരായണ രൂപത്തിലത്രേ. പിന്നെ മാതാപിതാക്കളുടെ അപേക്ഷയനുസരിച്ച് ഒരു സാധാരണ മനുഷ്യ ശിശുവിന്റെ രൂപം കൈക്കൊണ്ടു. അർജുനനും തന്നെ ചതുർഭുജാകൃതിയിൽ കാണുന്നതിലല്ല സവിശേഷ താല്പര്യമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിലും അപേക്ഷിച്ച നിലയ്ക്ക് അതും കാട്ടിക്കൊടുത്ത് പഴയ സുഹൃത്തെന്ന നിലയിലുള്ള ദ്വിഭുജാകൃതി തന്നെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. സൗമ്യ വപുഹു എന്ന പദം വളരെ അർത്ഥവത്താണ്. ഏറ്റവും സുന്ദരമായ ശരീരം അത്രേ സൗമ്യ വപുസ്. കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും കൃഷ്ണന്റെ ശരീര സൗകുമാര്യത്തിൽ ആകൃഷ്ടരായി. ലോകനിയന്താവായ അദ്ദേഹം ഭക്തനായ അർജുനന്റെ ഭയം ശമിപ്പിച്ച് വീണ്ടും തന്റെ അത്യന്ത സുന്ദരമായ കൃഷ്ണരൂപം കാട്ടിക്കൊടുത്തു. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന എന്ന് ബ്രഹ്മസംഹിത 5.38 പാടുന്നു. പ്രേമത്തിന്റെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ സുന്ദരമായ ശ്രീകൃഷ്ണ രൂപം കാണാൻ കഴിയൂ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സഞ്ജയൻ അങ്ങനെ ധൃതരാഷ്ട്രനോട് പറയുന്നു, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന കാര്യം സഞ്ജയൻ അവിടെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അർജുനൻ്റെ അപേക്ഷ പ്രകാരം കൃഷ്ണൻ വിശ്വരൂപം മാറ്റി അദ്ദേഹത്തിന് 4 കൈകളുള്ള ആ ചതുർഭുജ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചതുർഭുജ രൂപത്തെ ആദ്യം കാണിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നീട് ഒറിജിനൽ ഭഗവാന്റെ രൂപം 2 കൈകളുള്ള ഒറിജിനൽ രൂപവും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അർജുനന്. അപ്പോൾ ഈ ഒരു കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ കൃഷ്ണൻ അവരുടെ മകനായിട്ട് അവതരിക്കുന്ന സമയത്ത് അദ്ദേഹം നാരായണനെ പോലെ വിഷ്ണുവിനെ പോലെ നാരായണനെ പോലെ 4 കൈകളുള്ള ആ രൂപത്തിലാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ദേവകിയും വസുദേവരും പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഈ രൂപം കാണുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഭഗവാന്റെ രൂപമായതുകൊണ്ട് ഈ രൂപം വേണ്ട, സാധാരണ ഒരു കുട്ടിയുടെ രൂപം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഭഗവാൻ കൃഷ്ണൻ 2 കൈകളുള്ള നോർമൽ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ രൂപത്തിൽ മാറുന്നത്. അങ്ങനെ ആ രൂപം എടുക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ രൂപം ഗോലോക വൃന്ദാവനത്തിൽ 4 കൈകളുള്ള ചതുർഭുജ രൂപമല്ല അദ്ദേഹത്തിനുള്ളത്. എന്നാൽ സാധാരണ ഒരു കുട്ടിയെ പോലെ തോന്നുമായിരിക്കാം, പക്ഷേ അത് സാധാരണ കുട്ടിയാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ ശരീരം ജന്മ കർമ്മ ചമേ ദിവ്യം, അല്ലെ? എല്ലാം ദിവ്യമാണ്. ഭഗവാന്റെ ജന്മമാവട്ടെ, കർമ്മമാവട്ടെ, രൂപമാവട്ടെ എല്ലാം ദിവ്യമാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. അപ്പോൾ ശിലപ്രഭാജി ഇവിടെ പറയുന്നു, അങ്ങനെ അർജുനൻ 4 ആ ചതുർഭുജ രൂപത്തെ കാണുന്നു. അതിനുശേഷം ആ ചതുർഭുജ രൂപവും അധികം നേരം കാണുവാൻ അർജുനന് താല്പര്യം ഉണ്ടാവില്ല. കാര്യം എന്താണ്? അർജുനൻ്റെ സുഹൃത്ത് കൃഷ്ണൻ്റെ രൂപം ചതുർഭുജമല്ല. അപ്പോൾ അർജുനൻ ആഗ്രഹിക്കുന്ന എപ്പോഴും അർജുനൻ്റെ ആ ശ്യാമസുന്ദര കൃഷ്ണൻ്റെ രൂപം തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപം ആദ്യം 4 കൈകളുള്ള രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം കൃഷ്ണൻ അറിയാം അർജുനൻ ഇതും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ കൃഷ്ണൻ്റെ രൂപം തന്നെ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പഴയ പോലെ ആ രൂപത്തിലേക്ക് കൃഷ്ണൻ വരുന്നു. സൗമ്യ വപുഹു എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു, സംസ്കൃത പദം. ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ അതിനൊരു അവസാനവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ അംഗവും, ശരീരത്തിലെ ഓരോ അംഗവും മധുരം 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 മധുരമാണ് അല്ലേ? അത്രയും സ്വീറ്റാണ്, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെയുള്ള ഒന്നുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ താമരയായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം അല്ലേ? ഭഗവാന്റെ പങ്കജനാഭായ പങ്കജമാലിനെ പങ്കജനേത്രായ പങ്കജാംഗ്രയെ നമസ്തേ നമസ്തേ. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസൺ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇതെല്ലാം കമ്പാരിസൺ മാത്രമാണ്. ശരിയായിട്ടുള്ള ആ രൂപം, ഭഗവാന്റെ രൂപം, ആ സൗമ്യ വപുഹു, ആ ഫോം, അതിമനോഹരമായിട്ട് സുന്ദരമായിട്ടുള്ള രൂപത്തെ വർണ്ണിക്കുവാൻ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെയില്ല അതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ മാത്രമേ അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ രൂപത്തെ കാണാൻ സാധിക്കുമോ? സാധിക്കും. ആർക്ക്? അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നവർക്ക്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന, ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ആ പ്രേമാഞ്ജനം കൊണ്ട്, അത് അഞ്ജനം, പ്രേമമാകുന്ന അഞ്ജനം കൊണ്ട് കണ്ണെഴുതുന്നവർക്ക് ആ കണ്ണിലൂടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ പ്രേമമാണ് വേണ്ടത്. ഭക്തി എന്ന് പറയുന്നത് ആദ്യത്തെ ലെവല്. ആ ഭക്തിയിലും ആ പ്രേമഭക്തി എന്ന് പറയുന്നത് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അടുത്ത ലെവലായിട്ട് വരുന്നത്. ആ പ്രേമഭക്തി ഉള്ളവർക്കാണ് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപത്തെ കാണുവാനും നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതും ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതും. മറ്റുള്ള എന്ത് തപസ്യകൾ ചെയ്തിട്ടോ ധന അഭിജന അല്ലെ, ഭാഗവതത്തിൽ പ്രഹ്ലാദ് പറയുന്നത് മന്യേ ധന അഭിജന രൂപ തപ ശ്രുത ഓജസ് തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ. അതായത് ധനമുണ്ടായിട്ടോ, വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടോ, അല്ലെങ്കിൽ കാണാൻ നമുക്ക് ഭംഗിയുണ്ടായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് തപസ്യകൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടോ, ഇതിലൊന്നും കാര്യമില്ല. പ്രഭാവം കൊണ്ടോ നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബലമുണ്ട്, ഇതിലൊന്നും കാര്യമില്ല. ഇനി ബുദ്ധിയുണ്ടെന്ന് പറയും, കാര്യമില്ല. യോഗസിദ്ധികളുണ്ട്, കാര്യമില്ല. നാരാധനായാഹി ഭവന്തി പരസ്യ പുംസോ ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. എന്നാൽ ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. ഗജേന്ദ്രന് ഭഗവാനെ കിട്ടുന്നു. ഗജേന്ദ്രൻ്റെ രൂപം ആനയുടെ ശരീരമായിരുന്നു. നമ്മൾ പറയുന്നു വലിയ കുടുംബത്തിൽ ജനിച്ചതാണോ ഗജേന്ദ്രൻ? അല്ല. അദ്ദേഹത്തിൻ്റെ രൂപമാവട്ടെ, അദ്ദേഹത്തിൻ്റെ വേദ പഠനമാവട്ടെ, അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യമാവട്ടെ, യോഗസിദ്ധിയാവട്ടെ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഗജേന്ദ്രൻ ഒരു ആനയുടെ ശരീരത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും ഭഗവാനെ കാണുന്നു നേരിട്ട്. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചു. എങ്ങനെയാണ്? ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. ഭക്തിയിലൂടെയാണ് സാധിക്കുന്നത്. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാന്റെ ദർശനം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. എന്നാൽ ആ ഭക്തിയിലും നമ്മൾ ഒരു അഡീഷണലി ഒരു സാധനം കൂടെ വരുന്നു. അതാണ് പ്രേമം. ആ ഭക്തി ഒരു ഫോർമലായിട്ടുള്ള ഭക്തിയല്ല ഉദ്ദേശിക്കുന്നത്, പ്രേമപൂരിതമായിട്ടുള്ള ഭക്തി. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ പ്രേമാഞ്ജന എന്ന് പറയുന്നത്. പ്രേമം കൊണ്ടുള്ള അഞ്ജനം, പ്രേമപൂരിതമായിട്ടുള്ള പ്രേമഭക്തി, രാഗഭക്തി. അതിലൂടെയാണ് ശരിക്കും ആ ഒരു രൂപത്തെ കാണുവാനും, ആ രൂപത്തെ കണ്ടാൽ മാത്രം പോരാ, അദ്ദേഹത്തെ സേവിക്കാനുള്ള അവസരം കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ 50-ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കി. ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി നമ്മൾ ഇത്രയും എത്തി. ഇനി 5 ശ്ലോകം കൂടെ ഉണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നോക്കാം. ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു.